സാധാരണ ഫീൽഡിൽ വന്ന് ഓവർസറായിട്ട് 29 വർഷം സേവനം അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മേഖലയിൽ ഒരു വലിയമാണ് വിശ്വസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ അത്രയും സേഫ്റ്റിയായി നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഈ ജോലിയിലൂടെ. എന്നിട്ടും അപകടങ്ങൾ മറ്റും സംഭവിക്കുന്ന ഈ കാലഘട്ടം നമുക്കറിയാം. 1996 വിശ്വട്ടൻ ജോലിയിൽ കയറുമ്പോൾ ഏകദേശം എനിക്ക് 12 വയസ്സാണ്ടാവുക വിശ്വട്ടൻ കയറുന്ന ടീം. നമുക്ക് അത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അന്ന് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഗത്യന്തരമില്ലാത്ത ഒരു നെറ്റ്വർക്കാണ് അന്നത്തെ കാലത്ത്. എന്താ പറയുക, നമ്മളിപ്പം ഒരു സ്വിച്ച് ഓഫ് എല്ലാം എടുക്കണമെങ്കിൽ നമ്മൾ ഒരു വീട്ടിൽ കയറിയിട്ട് സ്വിച്ച് ഓഫ് എടുക്കേണ്ട അവസ്ഥയും, നമ്മൾ മറ്റുള്ള ഓഫീസിലേക്ക് സബ്ബിനെ വിളിക്കേണ്ടവരെ ആവശ്യത്തിന് വിളിക്കണമെങ്കിൽ വേറൊരു വീട്ടിൽ കയറി വിളിക്കേണ്ട, അങ്ങനെ കടകളിലും അന്ന് കോയിൻസും മറ്റും ഇടുന്ന ആ ഒരു സമ്പ്രദായത്തിലായിരുന്നു. കോയിൻസ് ഇട്ട് ഫോൺ വിളിക്കുന്ന ഒരു സമ്പ്രദായത്തിലായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര ആ ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ച് ഇന്ന് ഈ KSE പടിയിറങ്ങുന്ന വിശ്വാസമേ എല്ലാവിധ ഒരിക്കൽ കൂടി എല്ലാവിധ ആശയങ്ങളും നേരുന്നു. അതുപോലെ വിശ്വാസന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇപ്പം പറയുന്നതാണ്. നമ്മുടെ ഈ ഒരു പരിപാടി റിട്ടയർമെൻറ്റ് ഒരു ഊഷ്മളമായ ഒരു യാത്രയയപ്പ് പരിപാടി സംഘടിപ്പിക്കുക എന്ന് വരുമ്പോൾ എല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. വളരെ തിരക്ക് പിടിച്ച വേളയിലും നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ എത്തി നമുക്ക് വേണ്ടി ഈ ഒരു പരിപാടിയിൽ നിൽക്കുന്നത് തന്നെ ഈ പരിപാടിയുടെ ഒരു വിജയമാണ്. അതിലേറെ സന്തോഷമുണ്ട്. നമ്മുടെ വിശ്വനാഥൻ ഓവർസിയറിൻ്റെ ഒരു സർവീസ് ജീവിതം നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ 29 വർഷത്തെ നീണ്ട സർവീസ് ജീവിതം. 1996 മസ്ദൂറായി ഇലക്ട്രിക്കൽ സെക്ഷൻ നെടുമ്പയിൽ സബ്സ്റ്റേഷനിലാണ് തുടക്കം. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം നമുക്ക് ഒരു പത്രത്തിൻ്റെ ഒരു പേപ്പറിൻ്റെ സഹായത്തോടെ അല്ലാതെ വായിക്കാൻ പറ്റുകയില്ല. 1996 മസ്ദൂറായിട്ട് മട്ടൻ കേവ് സബ്സ്റ്റേഷൻ നെടുമ്പോയിലാണ് അവരുടെ സർവീസ് ജീവിതം തുടങ്ങുന്നത്. ശേഷം ഇലക്ട്രിക്കൽ മേജർ സെക്ഷൻ ഓഫീസിൽ 97 വരികയും അവിടെ 1.5 വർഷത്തോളം അവരുടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തുടർന്ന് 1999 ലൈൻമാൻ ഗ്രേഡ് 2 ആയിട്ട് ഇലക്ട്രിക്കൽ മേജർ സെക്ഷനിൽ തന്നെ 4 വർഷത്തോളം അവിടുത്തെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തുടർന്ന് ലൈൻമാൻ ഗ്രേഡ് 1 ആവുകയും ലൈൻമാൻ ഗ്രേഡ് 1 തുടർന്ന് ഇലക്ട്രിക്കൽ സെക്ഷൻ ഇരിട്ടിയിൽ തന്നെയാണ്. അന്നത്തെ ഇലക്ട്രിക്കൽ മേജർ സെക്ഷൻ എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു ഏരിയയിൽ കവർ ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വർക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതിൻ്റെ സേവനങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതുമായി പങ്കുവെക്കുവാനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഉണ്ട്. അവർക്കും ഈ അവസരത്തിലെല്ലാം ഇത് പറയാൻ ഒരുപാടുണ്ടാകും. പിന്നീട് അദ്ദേഹത്തിൻ്റെ സർവീസ് ജീവിതത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ 2009 ഓവർസിയറായിട്ട് പ്രൊമോഷൻ കിട്ടുന്നത്. 1 വർഷത്തോളം ഇടൂർ സെക്ഷനിലും വർക്ക് ചെയ്തിട്ടുണ്ട്. തുടർന്ന് 2010 തൊട്ട് അങ്ങോട്ട് 2016 വരെ ഏതാണ്ട് 5 വർഷത്തോളം വീണ്ടും ഇലക്ട്രിക്കൽ സെക്ഷൻ ഇരിട്ടിയിൽ തന്നെയാണ് ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നീട് മട്ടൻ കേവ് സബ്സ്റ്റേഷൻ മട്ടന്നൂർ ഒരു 2 വർഷത്തോളം ജോലി ചെയ്തു. തുടർന്ന് ജനറേറ്റിംഗ് സ്റ്റേഷൻ വെള്ളത്തൂവൽ അവിടെ ഒരു 2 വർഷത്തോളം കാക്കയങ്ങാട് ഇലക്ട്രിക്കൽ സെക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് 2.5 വർഷം മുമ്പ് ഇലക്ട്രിക്കൽ സെക്ഷൻ തൊണ്ടിയിൽ ഇവിടെ വരുന്നത്. ഇവിടെ 2.5 വർഷത്തോളം അദ്ദേഹത്തോട് ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സുദീർഘമായ 29 വർഷത്തെ വളരെ നീണ്ട വർഷത്തെ ഒരു സർവീസ് ജീവിതമാണ് ഇന്നത്തെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരാൾ സർവീസ് ജീവിതം തുടങ്ങുന്നത് തന്നെ റിട്ടയർമെൻറ്റ് ഡേറ്റ് കൂടി കുറിച്ചുകൊണ്ടാണ് ആ സർവീസ് ജീവിതം ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട ഇന്നത്തെ വിശിഷ്ടാതിഥി വിശ്വനാഥൻ ഓവർസിയർ,
കുടുംബം സുഷമ, മക്കളുണ്ട്, അനുജൻ വന്നിട്ടുണ്ട്, അനുജൻ്റെ മോളുണ്ട്, പിന്നെ നമ്മുടെ AXC വിജിത്ത്, ജയപ്രകാശ്, ഈ മനോജ്, നമ്മുടെ ഡിവിഷനിൽ എത്തിച്ചേർന്ന ബേബി ജോസഫ്, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടെ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. 29 വർഷത്തെ സർവീസ് കഴിഞ്ഞിട്ട് വിശ്വനാഥൻ ഓവർസിയർ ഇന്ന് റിട്ടയർ ആവുകയാണ്. നമ്മൾ ഇങ്ങനെയൊരു ചടങ്ങ് അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് നല്ല എന്താ പറയുക അവസരോചിതമായ യാത്രയയപ്പ് നൽകുകയാണ്. അപ്പോൾ ഈ 29 വർഷത്തെ സർവീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ആ ഒരു 2 വാക്കിലേക്ക് ചുരുക്കാതെ നമ്മൾ ഒന്ന് വിശാലമായി ഇത് ഈ എങ്ങനെയായിരുന്നു 29 വർഷം മുമ്പേ ബോർഡിലേക്ക് വന്ന് ജോയിൻ ചെയ്ത ഒരു ജീവനക്കാരനായി ജോയിൻ ചെയ്ത് ഇതിപ്പോൾ റിട്ടയർ ആകുന്ന അവസരത്തിൽ ഈ ബോർഡിൽ വന്ന മാറ്റങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ, അതേപോലെ തന്നെ മറ്റ് കാഴ്ചപ്പാടുകളിൽ വന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ ചില ആളുകൾ എനിക്ക് തോന്നുന്നു നേരത്തെ കിരൺ പറഞ്ഞതുപോലെ വളരെ കുഞ്ഞായിരിക്കുമ്പം ഒരുപക്ഷെ വീടുകളിൽ കറണ്ട് ആ സമയത്ത് എത്താത്ത കുടുംബങ്ങൾ പോലും ഈ കൂട്ടത്തിലുണ്ടാവും. അന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ജീവനക്കാരനായി ജോയിൻ ചെയ്ത് അതിനുശേഷം തൻ്റെ സഹപ്രവർത്തകരെ കൂട്ടിയോജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വിജയം. സംഘടനാപരമായി ഓരോ ആളെയും എന്തിനാണ് സംഘടന എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോ സംശയം വരും. നമുക്കൊരു ജോലി കിട്ടിയില്ലേ, ഇനി എന്തിനായിരിക്കാം, ഇനി എൻ്റെ കാര്യം നോക്കി നിന്നാൽ പോരെ, നമ്മൾ എന്തിനു മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു, മറ്റുള്ളവരുടെ കൂടെ പിന്നെ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്, അല്ലെ ബോർഡിൻ്റെ കാര്യങ്ങളിൽ എന്തിനാണ് സംഘടന കടന്നു വരുന്നത്, ഇതൊക്കെ പലപ്പോഴും ആ സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. എന്തെന്നാൽ നമ്മൾ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾക്ക് ഇന്ന് KSEB എന്ന സ്ഥാപനം KSEB എന്ന പേരിൽ KSEBL എന്ന പേരിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അത് 1957 ബോർഡുകൾ, ഇലക്ട്രിസിറ്റി ബോർഡുകൾ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുമ്പോൾ ഒറ്റ സ്ഥാപനമായി എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന രീതിയിലാണ് ഈ വൈദ്യുതി മേഖല ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം വന്ന മാറ്റങ്ങൾ, എന്തുകൊണ്ട് ആ മാറ്റങ്ങൾ വന്നു, ആ മാറ്റങ്ങൾ നമ്മൾക്ക് എങ്ങനെ അതിജീവിക്കാനായി, അതിന് ഈ മാറ്റങ്ങൾ സമൂഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു, ഇനിയും മാറ്റങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള പോസിറ്റീവ് മാറ്റങ്ങളും ഉണ്ടാവും, നെഗറ്റീവ് മാറ്റങ്ങളും ഉണ്ടാവും. ഇതിനു വേണ്ടി പലരും പല നയങ്ങളും അതേപോലെ നിയമങ്ങളും നിർമ്മിച്ചെടുക്കുന്ന അവസരത്തിൽ എങ്ങനെ ഇത് പ്രതിരോധിച്ച് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ ഈ സ്ഥാപനത്തെ, ഈ കേരളത്തിൻ്റെ ഊർജം എന്ന വൈദ്യുതി ബോർഡിനെ KSEBL-നെ KSEB എന്ന സ്ഥാപനമായി തന്നെ നിലനിർത്താൻ നമുക്ക് എങ്ങനെയാവും എന്ന് കൂടി ചിന്തിക്കേണ്ട ഒരു അവസരമാണ് ഇത് എന്ന് ഞാൻ കരുതുന്നു. 29 വർഷം മുമ്പേ ഒരുപക്ഷെ ഒരു വെസ്റ്റേൺ ബോർഡ് ഹാൻഡ് ഗ്ലൗസ് ഒരുപക്ഷെ ഉണ്ടാവാം, എനിക്കറിയില്ല ആ സമയത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ തന്നെ അത് പിന്നെ വർഷാവർഷം മാറ്റി കൊടുക്കുന്ന രീതിയിലായിരിക്കില്ല. ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ട് പല ആളുകളും പോക്കറ്റിൽ തിരികെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ പോസ്റ്റിൻ്റെ മേലെ കയറുമ്പോൾ അത് എടുത്ത് ഇങ്ങനെ കയ്യിൽ പ്ലാസ്റ്റിക് കവർ പിടിക്കും പോലെയൊക്കെ പിടിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതും മറ്റും കണ്ടിട്ടുണ്ട്. സൈക്കിളായിരുന്നു അന്ന് അല്ലേ, സൈക്കിളിൻ്റെ പിറകിൽ മടക്കി ഫിറ്റ് ചെയ്തിട്ടാണ് ആകെ ഉണ്ടാവുന്ന ആ ഒരു ഗ്ലൗസാണ്. ഈ ഗ്ലൗസ് എന്ന ഈ ഒരു സേഫ്റ്റി ഉപകരണം ഒരുപക്ഷെ അത് കീറിയതാവാൻ, ചേറ് പിടിച്ച് ഒരാൾക്ക് തൊടാൻ പറ്റാത്ത രീതിയിലുള്ളതായി. അതിൽ നിന്നൊക്കെ ഈ ബോർഡിനെ ഇന്നത്തെ നിലയിലേക്ക്, ഇന്ന് നമ്മൾക്ക്
കാണുന്ന ഇന്ന് വൈദ്യുതി ബോർഡ് മാത്രമല്ല, വൈദ്യുതി തന്നെ ജനസമ്പത്ത് പറയാനുള്ളത് നല്ല മാതൃകയായി തൻ്റെ തൊഴിലിടത്തിലും തൊഴിലാളികളുടെ ഇടയിൽ ഏറ്റവും മികച്ച രീതിയിലാണ് വിശ്വനാഥൻ ഓവർസിയർ ഈ പ്രവർത്തന കാലയളവ് ഏകദേശം 29ഓളം വർഷം ബോർഡിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഏതായാലും നമ്മൾ ബോർഡിലേക്ക് ഏത് സർവീസിലായാലും ജോയിൻ ചെയ്താൽ 55 വയസ്സ്, അതൊന്നുകൂടി കൂട്ടി ഇപ്പോൾ 56 വയസ്സ് തികയുന്ന ദിവസം ആ മാസത്തിൻ്റെ ലാസ്റ്റ് നമ്മൾ റിട്ടയർ ആകും. അത് പറഞ്ഞതാണ്. അപ്പോൾ ആ ഡേറ്റിൽ നമ്മൾ വഴിമാറി കൊടുത്ത് അടുത്ത ജനറേഷൻ ഇവിടെ സജ്ജമായിട്ടുണ്ട്. അവരെ സജ്ജമായി എടുക്കുന്നതിനും വലിയ ഒരു പങ്ക് വഹിച്ച ആളാണ് വിശ്വനാഥൻ. പിന്നെ അതേപോലെ ഫാമിലി, ഇപ്പം സുഷമയായാലും നമ്മുടെ ബോർഡിൻ്റെ കൂടെ തന്നെയുണ്ട്. മക്കളും അവരുടെ പാഷൻ അനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അച്ഛനമ്മമാർ അവരുടെ പാഷൻ അനുസരിച്ചിട്ട് വിടുന്നു എന്നുള്ളത് പോലും നമ്മൾക്ക് മാതൃകയാക്കേണ്ട കാലമാണ്. അപ്പം ഈ സന്ദർഭത്തിൽ ഇന്നിപ്പോൾ റിട്ടയർ ആകുന്ന അവസരത്തിൽ ഇനിയിപ്പം റിട്ടയർമെൻറ്റ് ജീവിതം അത് ഈ വിശ്വനാഥൻ ഓവർസിയറോട് നമ്മൾക്കൊന്നും പറയാനില്ല. ഇദ്ദേഹം ബോർഡിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ളതൊഴിച്ച് അല്ലേ. സെക്രട്ടറി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ശ്രീമതി സാറാണ് ഇത് കൈമാറുന്നത്. ഒരു ഉപഹാരം സമർപ്പിക്കാൻ വേണ്ടി KVMS ആണ്. BMS ട്രേഡ് യൂണിയനുകളൊക്കെ കൊടുക്കുമ്പോൾ വിശ്വേട്ടൻ്റെ റിട്ടയർമെൻ്റ് സമയത്ത് വിശ്വേട്ടനോട് ഞാൻ ആദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ KVMS വളരെ ചെറിയൊരു സംഘടനയാണ്, അപ്പം കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പം പല ആൾക്കാരും സഹായിച്ചിട്ടാണ് ഈ ഗിഫ്റ്റ് ഞങ്ങൾ വാങ്ങിയത്. ഇത് വിശ്വേട്ടന് കൊടുക്കാൻ വേണ്ടി അനിൽകുമാറിനെ ഫോട്ടോ എടുത്തില്ല. അയ്യോ കിട്ടുന്നില്ല. റിട്ടയർമെൻറ്റ് പരിപാടിയിൽ ആൾക്കാർ നമുക്ക് റിട്ടയർമെൻറ്റ് ലൈഫും നമ്മുടെ സർവീസ് ജീവിതവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വിശദമായി സംസാരിക്കാൻ വേണ്ടി ബഹുമാനമായിട്ട് നമ്മുടെ ശിവന സർവീസ് സിഗ്നൽ ശ്രീ ബിൻസ നമ്മൾ കിരൺ പറയുന്നതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി പുള്ളി ഇരിട്ടി മേഖലയിൽ വിശ്വൻ എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഇതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ തന്നെ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സമൂഹപരമായിട്ട് സോഷ്യലി അദ്ദേഹത്തിന് കുറേയേറെ കാര്യങ്ങൾ ഇനി ചെയ്യാൻ പറ്റും. കാരണം സംഘടനാപരമായിട്ടുള്ള ഒരു അനുഭവ സമ്പത്തും ബാക്കിയുള്ള കാര്യങ്ങൾ ഓൾറെഡി അവർക്കുണ്ട്. സമൂഹത്തിന് വേണ്ടി സോഷ്യലി ഇന്നും വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ ടച്ച് ചെയ്തു. ഇനിയാണ് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താ പറയുക കായികമായിട്ടും ഓൾറെഡി കൃഷിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ കൂട്ടായ്മകൾ, പലതരം കൂട്ടായ്മകളുണ്ട്. റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം നമുക്ക് റെസിഡൻസ് അസോസിയേഷൻ അതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് പങ്കുചേർന്നുകൊണ്ട് കൂടുതൽ ബോഡിയുടെ കാര്യങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ പെൻഷനേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സംഘടനകളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബോർഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ബോർഡ് ആസ്പെക്റ്റിൽ നോക്കുക
നോക്കുകയാണെങ്കിൽ 29 വർഷത്തിൽ 4 വർഷം 2 വർഷം വെള്ളത്ത് പോയി അല്ലേ, 2 വർഷം വെള്ളത്ത് പോയും 2 വർഷം നെടുമ്പോയിൽ സബ്സ്റ്റേഷൻ ഒഴികെ ബാക്കിയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ആളായിട്ടാണ് ചേട്ടൻ നിന്നിട്ടുള്ളത്. ബോർഡിൻ്റെ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ ബോർഡിന് ഒരാൾ റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ ഒരാൾ 3 വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരാൾ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ ഒരു തീരാനഷ്ടം തന്നെയാണ്. അത് ഇന്നവിറ്റബിളാണ്, നമുക്ക് നേരിട്ടേ പറ്റും. പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്ത് തന്നെ പറഞ്ഞു സ്വീകരിക്കാൻ വേണ്ടി ശ്രീ വിശ്വനാഥൻ ഓവർസിയറെ ക്ഷണിക്കാം. വർക്ക് ചെയ്ത മേഖലകൾ ഇവിടെ വിശദമായി സംസാരിച്ചിരുന്നു. നമ്മൾ ഇരിട്ടി സെക്ഷനിലാണ് അദ്ദേഹത്തിൻ്റെ ഏരിയ മിക്കവാറും എല്ലാ സർവീസും അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നത്തോടെ കൂടി ചേർന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിനുമായിട്ടുള്ള സർവീസ് ജീവിതത്തിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഇന്നിവിടെ കൂടുന്നത് നമ്മുടെ IT അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയപ്രകാശ് സാറാണ്. അത് തന്നെയാണ് ഞാനിന്ന് കഴിഞ്ഞ ദിവസം അതിൻ്റെ പ്രൊഫൈലൊക്കെ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സർവീസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ 18 വർഷത്തോളം ഇരിട്ടി മേജർ സെക്ഷനിൽ ഇരിട്ടി സെക്ഷനിലായിട്ട് അതുപോലെ ഞാൻ ജയപ്രകാശ് സാറിൻ്റെ സാന്നിധ്യം എന്ത് തന്നെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹം എത്തിച്ച് അദ്ദേഹത്തെയും എൻ്റെ ഓർമ്മകൾ അത് പങ്കുവെക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കാം. പ്രിയപ്പെട്ട ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി വിശ്വനാഥൻ കുടുംബവും, ഇരിട്ടി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീല മാഡം, നമ്മുടെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ AE, അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന ഈ സെക്ഷനിലെയും തൊട്ടടുത്ത സെക്ഷനിലും ഒക്കെ ആയിട്ട് വിശ്വനാഥൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇന്ന് വിശ്വനാഥനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയുന്നത് പോലെ റിട്ടയർമെൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് കാലം നേരത്തെ സൂചിപ്പിച്ചു, ഇരിട്ടി സെക്ഷനിൽ വളരെയേറെ കാലം ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ആദരണീയനായ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി സഖാവ് EMS അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയത് എൻ്റെ ജീവിത കഥ എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണ മനുഷ്യൻ്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ കഥയാണ് എന്നാണ്. അതുപോലെ തന്നെയാണ് വിശ്വനാഥൻ്റെയും, നമ്മളെല്ലാം സ്നേഹത്തോടെ വിശ്വരനും ഒക്കെ വിളിക്കുന്ന വിശ്വൻ്റെയും കഥ എന്ന് പറയുന്നത്, സർവീസ് കഥ എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട, ഭൂമിശാസ്ത്രപരമായി വലിയ പരിമിതിയുള്ള വൈദ്യുതി മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പ് തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന, ഓരോ കാറ്റും ഓരോ മഴയും വലിയ പ്രശ്നമായിട്ട് നമ്മുടെ മേഖലയിൽ മാറിയിരുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെയുള്ള സാധാരണ മനുഷ്യന്റെ ബഹുഭൂരിഭാഗം വരുന്ന മനുഷ്യരും വൈദ്യുതി ഇല്ലാത്ത ആളുകളായി ജീവിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ, ആ ഘട്ടത്തിൽ നിന്നും ഇന്ന് സാർവത്രികമായിട്ട് എല്ലാ വീടുകളിലും എല്ലാവർക്കും ഏതാണ്ട് ഗുണനിലവാരമുള്ള വൈദ്യുതി തന്നെ ലഭ്യമാക്കുന്ന നിലയിലേക്ക് മാറി വന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത് തന്നെയാണ് വിശ്വനാഥന്റെ സർവീസ് ചരിത്രം. എല്ലാം വിവിധ തസ്തികകളിൽ ജോലി ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഒക്കെ വലിയ പങ്ക് വഹിക്കാൻ ഏറ്റവും ഒരു വൈദ്യുതി നമ്മുടെ മേഖലയെ സംബന്ധിച്ചിടത്തോളം വർക്കർ തസ്തികയിൽ മുതൽ ഇങ്ങോട്ടുള്ള ഓരോ തസ്തികയിലും ജോലി ചെയ്യുന്ന ആളുകളാണ്. മറ്റ് പല ഓഫീസുകളിലും നമ്മൾ നോക്കിയാൽ അവിടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരാണ് കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നടത്തിക്കൊണ്ടുപോകുന്നത്. മറ്റുള്ളവരൊക്കെ അവർക്ക് വേണ്ടുന്ന ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. പക്ഷേ വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് വളരെ പരിമിതമായ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും. പക്ഷേ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നത് അതിൽ താഴെയുള്ള മറ്റ് ജീവനക്കാരാണ്. അത്തരം ജീവനക്കാരെ ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് വിശ്വനാഥൻ. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, വിശ്വനാഥനുള്ള ജോലിയോടുള്ള ആത്മാർത്ഥത, അതോടൊപ്പം
ജോലി എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ ആകെയുള്ള ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, ഇതെല്ലാം ജോലിയോടൊപ്പം തന്നെ ഉത്തരവാദപ്പെട്ടതെല്ലാം നിലനിർത്താനുള്ള സംഘടനാ പ്രവർത്തനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വൈദ്യുതി ബോർഡിന്റെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും അത് ബോധ്യമാകും. കേവലം മാനേജ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് നിർവഹിച്ച് പോകുന്നതിനല്ല, അതിനപ്പുറം മാനേജ്മെന്റിനെ എങ്ങനെ പോകണം, മാനേജ്മെന്റ് എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നെല്ലാം ആലോചിച്ച് തീരുമാനിച്ച് പോകുന്നതിൽ ഇതിലെ സംഘടനകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ സംഘടനകളെ നയിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് തൻ്റെ ഔദ്യോഗികമായ ചുമതലകൾക്കപ്പുറത്തേക്ക്, അതിനപ്പുറത്തേക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിശ്വനാഥന് കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം സമൂഹത്തിലെ നമ്മുടെ മറ്റ് ഇതര മേഖലകൾ, ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാക്കുന്ന, ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന നിരവധിയായ പൊതുപ്രവർത്തനങ്ങളിലും തന്റെ ഔദ്യോഗിക ജോലിക്ക് യാതൊരു വിഘ്നവും തട്ടാതെ, അതിനൊരു കുറച്ചിലും വരുത്താതെ പ്രവർത്തിച്ചു കൊണ്ടുപോയതുള്ളത് കൊണ്ടാണ് ആകെ ഒരു മാറ്റത്തിന്, ആ മാറ്റത്തിനൊക്കെ മുന്നണി പോരാളിയായി മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വനാഥനെ പരിചയപ്പെടുന്നത് ഞാൻ പ്രൊമോഷനായിട്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയറായി പ്രൊമോഷനായിട്ട് ഇരിട്ടിയിൽ അതിന് മുന്നേ സമ്പന്നറായിട്ടുള്ള സമയത്ത് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നല്ല പരിചയമുണ്ട്. പക്ഷെ ഔദ്യോഗികമായിട്ട് കൂടെ ജോലി ചെയ്യുന്നത് ഇരിട്ടി സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് വന്ന സമയത്താണ്. അതിന് തൊട്ട് മുമ്പ് ആ സമയത്തൊക്കെ ഇരിട്ടി വൈദ്യുതി ഇലക്ട്രിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു കടല് പോലെയാണ്. പത്രങ്ങളിൽ എല്ലാ ദിവസവും വാർത്തകൾ വരുമ്പോൾ നമ്മൾ ധരിക്കുക അത് നല്ല വാർത്തകളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നല്ല ACV ഇതൊക്കെ ചെയ്തു എന്നുള്ള പോസിറ്റീവായ വാർത്തകൾ ആയിരിക്കും. പക്ഷേ നമുക്കറിയാം, അന്നത്തെയൊക്കെ പത്രത്തിലെ ഹെഡിങ് നമ്മളൊന്ന് ഓർമ്മിച്ച് നോക്കിയാൽ ഓരോ ദിവസവും നമുക്ക് അത്രയേറെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും മാധ്യമങ്ങളിൽ. ഒരു മഴ കമ്പി നനഞ്ഞാൽ കരണ്ട് പോകുന്ന മേഖല എന്നാണ് ഇടുക്കിയെ പലപ്പോഴും കമ്പി. നമ്മുടെ വിശിഷ്ടാതിഥി വിശ്വനാഥൻ കുടുംബവും, ഇരിട്ടി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീല മാഡം, നമ്മുടെ പ്രിയപ്പെട്ട വിജിത്ത്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ AE, അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന ഈ സെക്ഷനിലെയും തൊട്ടടുത്ത സെക്ഷനിലും ഒക്കെ ആയിട്ട് വിശ്വനാഥൻ്റെ ജോലി ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇന്ന് വിശ്വനാഥനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയുന്നത് പോലെ റിട്ടയർമെന്റ് ആണ്. അപ്പോൾ ഒരുപാട് കാലം നേരത്തെ സൂചിപ്പിച്ചു, ഇരിട്ടി സെക്ഷനിൽ വളരെയേറെ കാലം ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ആദരണീയനായ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി സഖാവ് EMS അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയത് എൻ്റെ ജീവിത കഥ എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണ മനുഷ്യന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ കഥയാണ് എന്നാണ്. അതുപോലെ തന്നെയാണ് വിശ്വനാഥന്റെയും, നമ്മളെല്ലാം സ്നേഹത്തോടെ വിശ്വനെന്നും വിശ്വേട്ടനെന്നും ഒക്കെ വിളിക്കുന്ന വിശ്വന്റെയും കഥ എന്ന് പറയുന്നത്, സർവീസ് കഥ എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട, ഭൂമിശാസ്ത്രപരമായി വലിയ പരിമിതിയുള്ള വൈദ്യുതി മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലനിൽപ്പ് തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന, ഓരോ കാറ്റും ഓരോ മഴയും വലിയ പ്രശ്നമായിട്ട് നമ്മുടെ മേഖലയിൽ മാറിയിരുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെയുള്ള സാധാരണ മനുഷ്യന്റെ ബഹുഭൂരിഭാഗം വരുന്ന മനുഷ്യരും വൈദ്യുതിയില്ലാത്ത ആളുകളായി ജീവിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ, ആ ഘട്ടത്തിൽ നിന്നും ഇന്ന് സാർവത്രികമായിട്ട് എല്ലാ വീടുകളിലും എല്ലാവർക്കും ഏതാണ്ട് ഗുണനിലവാരമുള്ള വൈദ്യുതി തന്നെ ലഭ്യമാക്കുന്ന നിലയിലേക്ക് മാറി വന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത് തന്നെയാണ് വിശ്വനാഥന്റെ സർവീസ് ചരിത്രം. എല്ലാം വിവിധ തസ്തികകളിൽ ജോലി ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഒക്കെ വലിയ പങ്ക് വഹിക്കാൻ ഏറ്റവും ഒരു നമ്മുടെ മേഖലയെ സംബന്ധിച്ചിടത്തോളം വർക്കർ തസ്തികയിൽ മുതൽ ഇങ്ങോട്ടുള്ള ഓരോ തസ്തികയിലും ജോലി ചെയ്യുന്ന ആളുകളാണ്. മറ്റ് പല ഓഫീസുകളിലും നമ്മൾ നോക്കിയാൽ അവിടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരാണ് കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നടത്തിക്കൊണ്ടുപോകുന്നത്. മറ്റുള്ളവരൊക്കെ അവർക്ക് വേണ്ടുന്ന ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. പക്ഷേ വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് വളരെ പരിമിതമായ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും. പക്ഷേ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നത് അതിൽ താഴെയുള്ള മറ്റ് ജീവനക്കാരാണ്. അത്തരം ജീവനക്കാരെ ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട്
നമ്മുടെ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് വിശ്വനാഥൻ. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, വിശ്വനാഥനുള്ള ജോലിയോടുള്ള ആത്മാർത്ഥത, അതോടൊപ്പം ജോലി എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ ആകെയുള്ള ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇതെല്ലാം ജോലിയോടൊപ്പം തന്നെ ഉത്തരവാദപ്പെട്ട് ഇതെല്ലാം നിലനിർത്താനുള്ള സംഘടനാ പ്രവർത്തനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വൈദ്യുതി ബോർഡിന്റെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും അത് ബോധ്യമാകും. കേവലം മാനേജ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് നിർവഹിച്ച് പോകുന്നതിനല്ല, അതിനപ്പുറം മാനേജ്മെന്റിനെ എങ്ങനെ പോകണം, മാനേജ്മെന്റ് എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നെല്ലാം ആലോചിച്ച് തീരുമാനിച്ച് പോകുന്നതിൽ ഇതിലെ സംഘടനകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ സംഘടനകളെ നയിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് തൻ്റെ ഔദ്യോഗികമായ അതിനപ്പുറത്തേക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിശ്വനാഥന് കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം സമൂഹത്തിലെ നമ്മുടെ മറ്റ് ഇതര മേഖലകൾ, ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാക്കുന്ന, ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന നിരവധിയായ പൊതുപ്രവർത്തനങ്ങളിലും തന്റെ ഔദ്യോഗിക ജോലിക്ക് യാതൊരു വിഘ്നവും തട്ടാതെ, അതിനൊരു കുറച്ചിലും വരുത്താതെ പ്രവർത്തിച്ചു കൊണ്ടുപോയതുള്ളത് കൊണ്ടാണ് ആകെ ഒരു ആ മാറ്റത്തിനൊക്കെ മുന്നണി പോരാളിയായി മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വനാഥനെ പരിചയപ്പെടുന്നത് ഞാൻ പ്രൊമോഷനായിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയറായി പ്രൊമോഷനായിട്ട് ഇടുക്കിയിൽ അതിനു മുന്നേ സമ്പന്നറായുള്ള സമയത്ത് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നല്ല പരിചയമുണ്ട്. പക്ഷെ ഔദ്യോഗികമായിട്ട് കൂടെ ജോലി ചെയ്യുന്നത് ഇടുക്കി സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് വന്ന സമയത്താണ്. അതിന് തൊട്ട് മുമ്പ് ആ സമയത്തൊക്കെ ഇടുക്കി വൈദ്യുതി ഇലക്ട്രിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു കടല് പോലെയാണ്. പത്രങ്ങളിൽ എല്ലാ ദിവസവും വാർത്തകൾ വരുമ്പോൾ നമ്മൾ കേൾക്കുക അത് നല്ല വാർത്തകളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നല്ല ആവേശം ഇതൊക്കെ ചെയ്തു എന്നുള്ള പോസിറ്റീവായ വാർത്തകൾ ആയിരിക്കും. പക്ഷെ നമുക്കറിയാം അന്നത്തെയൊക്കെ പത്രത്തിലെ ഹെഡിങ് നമ്മളൊന്ന് ഓർമ്മിച്ച് നോക്കിയാൽ ഓരോ ദിവസവും നമുക്ക് അത്രയേറെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഒരു മഴ കമ്പി നനഞ്ഞാൽ കരണ്ട് പോകുന്ന മേഖല എന്നാണ് ഇടുക്കിയെ പലപ്പോഴും വിശേഷം. കമ്പി വിശ്വനാഥനെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. എനിക്കും കുറെ കാര്യങ്ങൾ പറയുവാനുണ്ട്. ഇനി സംസാരിക്കുന്നവർക്കും കുറേയേറെ കാര്യങ്ങൾ പറയുവാനുണ്ടാകും. അതിന്റെ കാരണം വിശ്വനാഥിയുടെ ആ ഒരു പ്രവർത്തന ബാഹുല്യം തന്നെയാണ് അതിന്റെ കാരണം. ഇവിടെ 29 വർഷത്തെ സർവീസ് കാലഘട്ടം KSIBിൽ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ തുറകളിൽ വിവിധ തലങ്ങളിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്കറിയാം. സാധാരണ രീതിയിൽ വേണമെങ്കിൽ നമുക്കൊരു ഓഫീസിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ ഓഫീസിൽ വരുന്നു, വൈകുന്നേരം രാത്രിയാകുമ്പോൾ ജോലി അവസാനിപ്പിച്ച് കിട്ടുന്ന ശമ്പളവും വാങ്ങി പോയി വീട്ടിൽ ഇരിക്കുന്ന ഒരു രീതിയിൽ വേണേൽ പ്രവർത്തിച്ചു പോകാം. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ആ രീതിയിൽ മാത്രം പോരാ, അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു ആളാണ് വിഷയമെന്നുള്ളത്. ആ കാര്യങ്ങൾ അതേപടി ഏറ്റെടുത്തുകൊണ്ട് എല്ലാ തരത്തിലും ഓഫീസിലെ പ്രവർത്തനത്തിലാണെങ്കിലും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കൃത്യനിഷ്ഠയോടുകൂടി തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സംഘടനാ പ്രവർത്തനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതേ ആത്മാർത്ഥതയോടും അതേ ജാഗ്രതയോടെയും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് എല്ലാ ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറയുവാനുണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും ഇവിടെ ഈ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ എന്തെന്ന് പറഞ്ഞു പോകുന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവരുടെ കൃത്യാന്തര ബാഹുല്യത്താൽ അവർ ചെയ്ത കാര്യങ്ങൾ അവർ തന്നെ മറന്നുപോയിട്ടു. അപ്പൊ നമ്മൾ ഈ ഒരു വേളയിൽ ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എനിക്കദ്ദേഹത്തിന്റെ കൂടെ ഓഫീസിലെ ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ സംഘടനാ രംഗത്തും നീണ്ട കാലത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചതിന്റെ ഒരു ഓർമ്മകളാണുള്ളത്. എന്റെ സംഘടനാ രംഗത്തെ പക്ഷേ ഒരു ഗുരുവെന്ന് തന്നെ പറയാവുന്ന രീതിയിലുണ്ട്. ഞാൻ സ്ഥാപനത്തിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ സംഘടനയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതിലടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ട് ആ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഓഫീസിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പോകേണ്ടതില്ല. എങ്കിലും എല്ലാത്തിനും ഒരു പരീക്ഷണം നടത്തണം, എല്ലാത്തിനും ഒന്ന് കൈവച്ച് നോക്കണം, അതും വളരെ കൃത്യതയോടെ ചെയ്യണമെന്നുള്ള ഒരു താല്പര്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മേഖലകളിലും ഏറ്റവും അവസാനം പറഞ്ഞു ജനറേഷനിലേക്ക് പോകുമ്പോൾ
ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. എന്തിനാണ് ഇവിടെ നിന്ന് ഇടുക്കിയിലേക്ക് അദ്ദേഹം ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ കൊടുത്ത്, കാരണം ഇടുക്കിയിലേക്ക് ഒന്ന് വോളണ്ടറി ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് കൊടുത്താൽ കിട്ടും. ആ രീതിയിൽ ആപ്ലിക്കേഷൻ എന്ത് കൊടുത്തു, തെറ്റിപ്പോയതാണോ എന്ന് ഞാൻ ഒന്നുകൂടി അത് സംശയിച്ചു. പക്ഷെ അത് എന്റെ കൃത്യമായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെയും പോയി അതൊന്ന് പരിചയിക്കണം എന്നുള്ളത്. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ആ ഗൃഹാതുരത്വം, വീട് വിട്ടു പോകുന്നത്, കാരണം വീടിനോട് അത്രയേറെ അടുപ്പമുള്ള, നാടിനോട് അത്രയേറെ അടുപ്പമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഇന്നലെ ഞങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന ജീവനക്കാരെ ഡിവിഷൻ ഓഫീസിൽ വിളിച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും അതിനകത്ത് പങ്കെടുക്കുകയും വിശ്വാട്ടിനോടുള്ള ആശംസകളെല്ലാം തന്നെ ഇന്നലെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ വിശ്വാട്ടിനെ പോലത്തെ ഒരാൾ നമ്മുടെ സ്ഥാപനത്തിൽ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു 2 വാക്ക് പറയാൻ വിളിച്ചിട്ട് പറയാതെ പോകുന്നതിൽ ഔചിത്യമുണ്ടെന്നത് കൊണ്ട് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കണം. വിശ്വാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സംതൃപ്തമായിട്ടാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങുന്നത്. വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് രാജ്യത്തെ വിദ്യുച്ഛക്തി തൊഴിലാളികളെല്ലാം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സ്ഥാപനമായി KSEBയെ മാറ്റിയെടുക്കുന്നതിൽ തൻ്റേതായ പങ്ക് വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് മാറുന്നത്. നേരത്തെ JP സാറും അതോടൊപ്പം ബേബി സാറെല്ലാം തന്നെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും ഈ സ്ഥാപനത്തെ തകർക്കാനായാലോ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഗവൺമെൻറ്റുകളും ബോർഡിൻ്റെ അധികാരികളും എടുക്കുന്ന തീരുമാനങ്ങളോട് യോജിച്ചു പോകാൻ വേണ്ടി സാധിക്കും. എന്നാൽ തെറ്റായ തീരുമാനം എടുക്കുമ്പോൾ അതിനെ തിരുത്താനും അത് ശരിയല്ലെന്നും ഈ സ്ഥാപനത്തെ തകർക്കാനുള്ളതാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെതിരെ തൻ്റേതായ രീതിയിൽ എത്രമാത്രം പ്രതികരിക്കാൻ സാധിക്കുമോ അത്രമാത്രം പ്രതികരിച്ചുകൊണ്ടാണ് വിശ്വാട്ടി സ്ഥാപനത്തിൽ കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഇന്ന് രാജ്യത്തിനാകെ മാതൃകയായിക്കൊണ്ട് KSEB നിലനിൽക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു സംഘടനാ നേതാവ് പെൻഷനായിട്ട് പോകുമ്പോൾ മറ്റൊരു സംഘടനക്കാർ നേരത്തെ പറയുന്ന മിഷനെ കുറിച്ച് വളരെയധികം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കപ്പെടേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. എന്നാലും മിഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഏതൊരു കാര്യത്തിലും വ്യക്തമായ അഭിപ്രായവും ധാരണയുമുള്ളൊരു വ്യക്തിയാണ്. നമ്മൾ ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും വിശ്വാട്ടിൻ്റെതായ അഭിപ്രായമാണ്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വ്യക്തമായ കാഴ്ചപ്പാടുകളോട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഓഫീസിൽ വന്നൊരു ജോലി ചെയ്ത് പോവുക എന്നതല്ല, അതിനപ്പുറത്തേക്ക് താൻ ജീവിക്കുന്ന ചുറ്റുപാടുമുള്ള സമൂഹത്തിൻ്റെ വിഷയത്തിലും സ്ഥാപനത്തിൻ്റെ വിഷയത്തിലും കുടുംബത്തിൻ്റെ വിഷയത്തിലായാലും എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായ ധാരണയോടുകൂടി വളരെ നല്ല കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വിജയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിനും ചെറിയ കാലഘട്ടം മാത്രമേ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ ആജ്ഞാട് സെക്ഷൻ. തീർച്ചയായും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇനി അങ്ങോട്ട് സന്തോഷം നിറഞ്ഞ നാളുകൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ റിട്ടയർ ചെയ്തതിന് ശേഷവും നമ്മുടെ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ട് സമൂഹത്തിനും നമ്മുടെ സ്ഥാപനത്തിനും വേണ്ടി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എടുത്തു കേട്ടോ. ഞാൻ വീഡിയോ ആയിട്ട് കൂടി എടുക്കാം. വീഡിയോ കൂടി എടുക്കാം. ഒന്ന് രണ്ട് പേര് ചെറുതല്ലേ.
നമ്മുടെ